എന്താ? ഒരു കംപ്ലൈന്റ് കൊടുക്കാനാ. ആ ശരി. ആൻസി വാ. CA സാർ ലീവാ. SI സാറിനെ കണ്ടാൽ മതി. വെയിറ്റ് ചെയ്യൂ. ആ ഇരിക്കേ. അതിങ്ങെടുത്തേ. ദാ ആ SI പീറ്റർ വിളിച്ച് പറഞ്ഞു കാണും നമ്മളിങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അങ്ങനെ ഉണ്ടേ കുഴപ്പാ. അവൻ പറഞ്ഞ പോലെ മോളിൽ നിന്ന് പിടിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഈ കേസിൽ സ്വന്തം തന്തയും തള്ളയും പോലും വിശ്വസിക്കില്ല. സംശയത്തിന്റെ കണ്ണിലേ കാണും എല്ലാവരും. മനുഷ്യരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല. നമ്മുടെ വിഷമം കാണുന്ന ആരെങ്കിലും കാണും. എല്ലാം കാണുന്ന ഒരാൾ മേളിലുണ്ടല്ലോ. കൊടുവള്ളിയാ. പിന്നെ വിളിച്ചോണ്ടിരിക്കുകയാണല്ലോ. എന്താ പറയണ്ടേ? അതിപ്പോ ഉച്ചയ്ക്ക് ശേഷം ചെല്ലാന്ന് പറ. ആ കൊടുവള്ളി, നമ്മൾ സൈബർ സ്റ്റേഷനിലിരിക്കുക. അവിടെ വരുമ്പോഴത്തേക്ക് ഒരു 2:30 അത് പറ്റില്ല. സുധാകർജി ഇങ്ങോട്ട് വന്ന സമയാ. നമ്മളത് മിസ് ചെയ്യരുത്. അയാൾക്ക് ഉച്ചയ്ക്ക് പോണം. പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. ഓ നാളെ ഇവിടെ വന്നാൽ ഇന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്നാ അനന്തം പൊക്കോ. ഞാനിവിടെ സാറ് വരുമ്പോ സംസാരിക്കാം. നീ ഒറ്റയ്ക്ക്? അതും നടക്കണ്ടേ. ഞാനിവിടെ എൻ്റെ കാര്യങ്ങൾ പറയാം. അനന്തം ചെല്ല്. എന്നാലും ഒറ്റയ്ക്കിട്ടിട്ട് പോവാന്ന് വെച്ചാ ഒരു കാര്യമെങ്കിലും നടക്കട്ടെ. അനന്തം ചെല്ല്, ഞാൻ വിളിക്കാം. പൊയ്ക്കോ. ആ ഇത് വെച്ചു. ചേഞ്ച് വല്ലതും ഇരിപ്പുണ്ടോ? ഇത് മതിയോ? വരൂ. SI സാർ വിളിക്കുന്നുണ്ട്. കാണാം. ഓക്കെ, ഇതും കൊടുത്തു സാർ. സർ സാർ, ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ഇരിക്കേ. താങ്ക് യു സർ. ഈ പരാതിയിൽ പറയുന്ന വീഡിയോ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇല്ല സർ. നിങ്ങൾ സംശയിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സംശയമുണ്ട് സർ. ആരെ? അത് ആദിത്യ ഗ്രൂപ്പ് ചെയർമാൻ മിസ്റ്റർ ആദിത്യ കൃഷ്ണൻ. അയാളുടെ വൈഫ്. അവരെല്ലാം ഞങ്ങളുടെ ശത്രുക്കളാ. പിന്നെ അവരുടെ മകൾ കല്യാണം കഴിക്കാൻ പോകുന്നൊരു പയ്യനുണ്ട്, ഋഷി. അവനെ എനിക്ക് സംശയമുണ്ട്. ഇവരെയൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്നല്ലേ? അതെ. ഇതിപ്പോ ഫേസ്ബുക്കിൽ വന്ന വീഡിയോ അല്ലേ? അതുകൊണ്ട് ഫേസ്ബുക്ക് കമ്പനിക്ക് തന്നെ റിക്വസ്റ്റ് അയച്ച് ഇതേത് കമ്പ്യൂട്ടറിൽ നിന്നാണ് ഈ വീഡിയോ ജനറേറ്റ് ചെയ്യുന്നത് കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമേ ഇതാര് ക്രിയേറ്റ് ചെയ്തു, എന്തിന് ക്രിയേറ്റ് ചെയ്തു എന്നൊക്കെ അറിയൂ. അതിന് സമയമെടുക്കും. അല്ല, നിങ്ങളുടെ കൂടെ ആരുമില്ലേ? ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. എവിടെ? അതൊരു അർജന്റ് മീറ്റിംഗ് വന്നപ്പോ എന്നെ ഇവിടെ ആക്കിട്ട് പോയി. അയാൾക്ക് കാര്യങ്ങൾക്ക് അറിയോ? അറിയാം. സാറേ, ഇവരെ എല്ലാവർക്കും അറിയാം. ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളവരാ. അക്കൂട്ടത്തിലുള്ള ആരെങ്കിലും ഒക്കെ മനഃപൂർവ്വം ചെയ്തതായിരിക്കും. അതാവാനും സാധ്യതയുണ്ട് സർ. ആയിരിക്കാം. പക്ഷേ അതല്ല എന്ന് പ്രൂവ് ചെയ്യാൻ കുറെ ബുദ്ധിമുട്ടുണ്ട്. ഈ വീഡിയോ സീഡാക്കിന് അയക്കണം. അവിടുത്തെ ലാബിലാ
എന്തെങ്കിലും മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത്. പക്ഷേ അതിനും സമയമെടുക്കും. മാത്രമല്ല മറ്റ് ഇൻഫ്ലുവൻസ് ഒന്നും ഈ കാര്യത്തിൽ ഉപയോഗിക്കാനും പറ്റില്ല. എല്ലാം അതിൻ്റെ പ്രയോറിറ്റിയിലേ നടക്കൂ. ആ എന്തായാലും കേസ് ഞങ്ങൾ പ്രൊസീഡ് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് കാര്യമായിട്ട് വേണം. കേസിന് ആവശ്യമായ കുറേ ഡീറ്റെയിൽസ് എടുക്കേണ്ടിയും വരും. ശരി, വയ്ക്കോ. സാർ ഈ വീഡിയോയിൽ ഞാനല്ല എന്നുള്ളത് തെളിയിക്കാൻ പറ്റില്ലേ? അതൊക്കെ പറ്റും. പക്ഷേ കേസ് ചാർജ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മേലുദ്യോഗസ്ഥൻ്റെ അനുവാദം കൂടെ വേണം. അതനുസരിച്ച് ഞങ്ങൾക്ക് നീങ്ങാൻ പറ്റൂ. ശരിയെന്നാ. താങ്ക് യു സാർ. ആ ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ടുള്ള സ്ത്രീയാണെന്ന് നമ്മളിപ്പോഴല്ലേ അറിയുന്നേ. എൻ്റെ ചിറ്റപ്പന് ശരിക്കും എന്തോ അബദ്ധം പറ്റിയതാ. എൻ്റെ പപ്പ പറഞ്ഞിട്ട കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത്. അവരെന്തോ സിനിമയിലൊക്കെ അഭിനയിക്കണമെന്ന് പറഞ്ഞ് കറങ്ങി നടന്നതാത്രേ. ചിറ്റപ്പൻ്റെ പടത്തിൽ അഭിനയിക്കാൻ വന്നതാ. അങ്ങനെ ചിറ്റപ്പനെ വശത്താക്കി കൊണ്ടുപോയെന്നാ പപ്പയും മമ്മിയും പറയുന്നേ. ഇതൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയാം. എൻ്റെ മമ്മിയോട് ഞാൻ ആദ്യമേ പറഞ്ഞതാ ഇവരെ ഒന്നും വെക്കണ്ടെന്ന്. മമ്മിക്കാരും നിർബന്ധം. ഈ പ്രിയ എന്ന് പറഞ്ഞ പെണ്ണ് അനാഥയാന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ സ്ഥാപനത്തിൽ ജോലിക്ക് നിർത്തിയത്. അവർ 2 എണ്ണം കുഴപ്പമാണ്. ഇപ്പോൾ ഇത് FBയിലും നെറ്റിലും ഒന്നും വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ മാരേജിനെ തന്നെ ബാധിച്ചാണ്. ഹാ ഋഷി, അതുപോലെ ഈ പ്രിയ എന്ന് പറയുന്ന കുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, വേറൊരു ഇഷ്യൂ കൂടി ഉണ്ടായി അതിൻ്റെ ഇടയ്ക്ക്. എന്ത് ഇഷ്യൂ? അവളുടെ ഏതോ ഒരു കുഞ്ഞമ്മയാരോ അങ്ങനെ ഒരാളില്ലെന്നാണ് ഋഷി ഇപ്പൊ പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഒരാളെ വാടകയ്ക്ക് എടുത്ത് ഞങ്ങളെ വീട്ടിൽ വന്നിരുന്നു. വീട്ടിൽ വന്നോ? എന്തിന്? ഋഷിയോടും ഋഷിയുടെ മമ്മിയോടും പറയണ്ടെന്നാ പപ്പ പറഞ്ഞത്. പക്ഷെ ഇത്രയും കാര്യങ്ങൾ ഓപ്പൺ ആയതുകൊണ്ട് ഞാനങ്ങ് പറയുവാ. എന്തുവാ? ഋഷി ഈ പ്രിയനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഫിക്സ് ചെയ്ത് വെച്ചിരുന്ന അത്രേ. ഞാനോ? കല്യാണം കഴിക്കാനോ? ഹാ ഋഷി, അവരങ്ങനെ അവകാശപ്പെട്ടിട്ടല്ലേ വീട്ടിലേക്ക് വന്നത്. ഡിമാൻഡ്സും വലുതായിരുന്നു. നമ്മുടെ കല്യാണം നടക്കരുത്, അവളെ കെട്ടണം എന്നൊക്കെ. അതെന്തിന്? അവള് പ്രഗ്നന്റ് ആണല്ലോ. പ്രഗ്നന്റോ? എന്താ ഈ പറയുന്നേ? അവള് ശരിക്കും പ്രഗ്നന്റാ. അതിന് കാരണം ഋഷിയാണെന്നാ പറയുന്നേ. എന്ത് കോമഡിയാണോ? ഇത് കോമഡി ഒന്നും അല്ല. അവരങ്ങനെ പറഞ്ഞു. പക്ഷെ ഇനിയൊന്നും പറഞ്ഞു വരില്ല. പപ്പ ശരിക്കും കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ ആൻസിയും അവളും ഒതുങ്ങിയത് നന്നായി എന്ന്. ഗോഡ് എത്ര വലിയവനാ, കഷ്ടം. എന്നാലും അവൾ എന്നെ ചേർത്ത് അങ്ങനെ പറഞ്ഞല്ല. അവൾക്ക് ജോലി കൊടുത്ത് നിർത്തിയേണ്ട നന്ദിയായിരിക്കും. എന്നാലും അവളുടെ കുട്ടി ആരുടെ ആയിരിക്കും? അതാരാന്ന് അവൾക്ക് തന്നെ അറിയില്ലായിരിക്കും. ഈ ആൻസി തന്നെ കണ്ടില്ലേ? ആ വീഡിയോ വരുന്ന ചെറുപ്പക്കാരനും ഈ പ്രിയയുടെ കാമുകനും എല്ലാം ഒന്ന് തന്നെ ആയിരിക്കും. കൂട്ടുകൃഷി. ആരുമില്ലേ ഇവിടെ? ആരുമില്ലേന്ന്? അനന്തോ? ഇവിടെ ആരുമില്ലേ? നേരെയാണോ പോകേണ്ടത്? കുറച്ചുകൂടി മുമ്പോട്ട് പോയിട്ട് വലത്തോട്ട് തിരിഞ്ഞാൽ മതി. ആ എത്രയായി? 80 രൂപ. നമ്മളെ ഫോണിൽ വാട്സാപ്പ് ഒന്നും ഇല്ല കേട്ടോ. സ്റ്റാൻഡിലെ പിള്ളേരാ പറഞ്ഞത്. പക്ഷേ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ശരിയെന്നാ. വർഗീസേട്ടൻ എപ്പോ വന്നു?
ഫോണ് വിളിച്ച കിട്ടുന്നില്ലല്ലോ. ഇന്നലെ മുതൽ വിളിക്കാം, എല്ലാവരും സ്വിച്ച് ഓഫ്. അനന്തൻ എന്തിയേ? വരുമ്പോ വൈകുന്നേരം ആ മൂപ്പര് വന്നോട്ടെ, പറയാനുള്ളത് ഞാനങ്ങ് പറഞ്ഞേക്കാം. ജിമ്മിച്ചായം വിളിച്ചിരുന്നു. മൂപ്പരുടെ സ്വഭാവം അറിയാലോ, കാളെ പറ്റുമെന്ന് കേട്ടാൽ കയറെടുക്കുന്ന ആളാ. ഖത്തറിൽ അവരുടെ ഓഫീസിലെ ഏതോ അറബികളെ കൊണ്ടുവന്ന് അവരെ കാണിച്ചു. അന്നേരം മുതൽ എനിക്ക് സമാധാനം തന്നിട്ടില്ല. എനിക്ക് പറയാനല്ലേ പറ്റൂ. കുടുംബക്കാരാണെങ്കിലും നോക്കി നടത്താൻ കുടുംബക്കാരാണെങ്കിലും നോക്കി നടത്താനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. നിങ്ങൾ വാടക കൃത്യമായി തരുന്നതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല. പക്ഷെ ഇപ്പൊ ജിമ്മിച്ചും പറയുന്നത് അഡ്വാൻസ് തിരികെ തന്ന് വീട് ഒഴിയാൻ പറയാനാ. അല്ല, ഞാൻ കാശൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. വർഗീസൻ എന്തീ പറയുന്നേ? വീട് ഒഴിയാനോ? 2 വർഷത്തേക്ക് കൂടിയുള്ള എഗ്രിമെന്റ് കിടക്കല്ലേ ഇനി? എഗ്രിമെന്റ് ഒക്കെ പേപ്പറിലല്ലേ, കാര്യങ്ങളൊക്കെ ഇപ്പൊ പേപ്പറിന് പുറത്തല്ലേ കിടക്കുന്നത്. ഇനിയിപ്പോ ഇങ്ങനൊരു കുടുംബം ഇവിടെ കിടക്കുന്നത് നാണക്കേടാണെന്ന് അച്ചായൻ പറയുന്നത്. അല്ല, എനിക്ക് പറയാനല്ലേ പറ്റൂ. കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന അവരാ. അച്ഛായ അങ്ങനെ പറഞ്ഞു ഒഴിയാൻ പറ്റുമോ? എന്റെ പിള്ളേർക്ക് സ്കൂളിൽ പോകാനുള്ളതാ. പുതിയ സ്ഥലം കണ്ടുപിടിക്കണമെന്നൊക്കെ പറഞ്ഞാ അതിനൊക്കെ സാവകാശം വേണം ഞങ്ങക്ക്. നാളെ ഞാൻ ഇങ്ങോട്ട് വരും. കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് തുടങ്ങിക്കോ. ശരി എന്നാ. ഞാൻ ആരെയും വെയിറ്റ് ചെയ്യിക്കാറില്ല, ആരെയും വെയിറ്റ് ചെയ്യാറുമില്ല. അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്താൽ 1 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നത് എനിക്കിഷ്ടമല്ല. അപ്പൊ ഈ മുംബൈ ട്രാഫിക്കിലൊക്കെ സാർ എങ്ങനെയാ ടൈം കീപ്പ് ചെയ്യുന്നേ? അതൊക്കെ ഞാൻ കഴിവതും ശ്രമിക്കാറുണ്ട്. സാറേ, പ്രൈവറ്റ് ഫ്ലൈറ്റ് വയ്ക്കണം. ഇനിയുള്ള കാലം അതേ പറ്റൂ. സാറിനെ പോലുള്ള ബിസി ആൾക്കാർക്ക് മലയാള സിനിമ, തെലുങ്ക് സിനിമ, ഹിന്ദി സിനിമ ഇങ്ങനെ പോയി വന്ന് നിൽക്കല്ലേ. ആ വാ, ഇരിക്കണം. എടോ കുടിക്കാടുക്ക്. സൈബർ സെല്ലിൽ പോയില്ലേ? പോയി. എന്നിട്ട് എന്തായി? പറയാം സാറേ, സേഡ്ജി വിളിക്കുന്നുണ്ട്. ഞാൻ തിരിച്ചു വിളിക്കാവുന്നു. ശരി. സൈബർ അന്വേഷണം കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. സിനിമയിൽ ഇതൊന്നും പുതിയ കാര്യമല്ല. ഒരിക്കൽ പേര് പോയാൽ പിന്നെ തിരിച്ചു പിടിക്കാൻ വലിയ പാടാ. പഴയ ചില ലേഡി സൂപ്പർ സ്റ്റാറുകൾ പോലും ഇങ്ങനെ ചില കുരുക്കുകളിൽ പോയി പെട്ടിട്ടുണ്ട്. പക്ഷെ അന്നിതൊന്നും ആരും അറിയില്ലായിരുന്നു. ഇപ്പൊ ഫോണിൽ തന്നെ ക്യാമറ, ചുറ്റും ഒളിക്യാമറകൾ. ഇതൊന്നും ഒളിക്കാൻ പറ്റില്ല. ഇന്നൊക്കെയാണ് ഞാനും കുടുങ്ങിയേനെ. അതിനിപ്പോ പ്രതിവാരം വന്നല്ലോ. മീറ്റു. സൂക്ഷിക്കുന്നത് നല്ലതാ നമ്മളെല്ലാരും. ഈ ആൻസി അനന്തൻ ആള് മിടുക്കിയാണല്ലേ? അവര് ഫാഷൻ ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്യുന്ന ആളാ. എല്ലാവർക്കും അറിയാം, ഫേമസാ. ഇപ്പൊ അതിലും ഫേമസ് ആയല്ലോ. കരി മുഖത്ത് വീണാൽ പിന്നെ കഴുകിയിട്ടും കാര്യമില്ല. സിനിമയിൽ പേരുദോഷം വന്നാൽ പിന്നെ അത് മാറ്റിയെടുക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടും കാര്യമില്ല. രക്ഷപ്പെട്ടു പോകുക എന്നുള്ളതാണ് പ്രധാനം. ഞാൻ പറഞ്ഞത് അനന്തന് മനസ്സിലായല്ലോ. അനന്തന്റെ ഭാര്യയെ വെള്ളപൂശാൻ നടന്നാൽ സ്വയം നാറും. അനന്തൻ ഈ പ്രോജക്റ്റ് അങ്ങോട്ട് മൂവ് ചെയ്യണമെങ്കിൽ അനന്തന്റെ ഭാര്യ വരുത്തിവെച്ച ഈ നാണക്കേടിൽ നിന്ന് അനന്തൻ തലയൂരണം. എന്നിട്ട് സ്വന്തമായി ഫേസ്ബുക്കിൽ ഒരു മറുപടി കൊടുക്കണം, പരസ്യമായി. എന്നുവെച്ചാൽ ആൻസിയും അനന്തനുമായി ഏറെക്കാലമായി ബന്ധമില്ല, അവരവരുടെ ഇഷ്ടത്തിന് പരപുരുഷന്മാരുമായി ജീവിക്കുകയാണെന്ന്, ഞങ്ങളുടെ ഫാമിലി സെപ്പറേറ്റഡ് ആണെന്ന് ഇതൊക്കെ ജനങ്ങളെ അറിയിക്കണം. അങ്ങനെ വരുമ്പോൾ ആൾക്കാർ ആ സ്ത്രീയെ അങ്ങ് പഠിച്ചോളും. അനന്തന്റെ ഇമേജും നിലനിൽക്കുകയും ചെയ്യും. ഇനി അനന്തന് ബുദ്ധിമുട്ടാണെങ്കിൽ അനന്തന് ഈ പ്രോജക്റ്റ് വിട്ടുപോകാം. നല്ലതാ, വളരെ നല്ലതാ. നല്ലൊരു സൊല്യൂഷനാ സാർ പറയുന്നത്. അനന്തകൃഷ്ണന് രക്ഷപ്പെടാൻ വേണ്ടി ആൻസിയെ, എന്റെ ഭാര്യയെ ഞാൻ ഉപേക്ഷിക്കണം. എനിക്ക് അവൾ ആരാണെന്ന് സാറിന് അറിയില്ല. എന്റെ ജീവിതത്തിൽ ആൻസി വന്നു കയറിയത് എങ്ങനെയാണെന്നും സാറിന് അറിഞ്ഞുകൂടാ. ഈ പറയുന്ന നാട്ടുകാർക്കും അറിഞ്ഞുകൂടാ.
ഒരുപാട് ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയിട്ട സാറേ ഈ നിൽക്കുന്നത്. പക്ഷെ അവളായിട്ട് എനിക്കൊന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അവളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണല്ലേ? സാറേ, അവളുടെ ശരി അവക്കും എനിക്കും അറിയാം. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും 1000 കോടിയുടെ പ്രോജക്റ്റ് നഷ്ടപ്പെട്ടാലും എനിക്ക് വലുത് ആൻസിയും അവളുടെ മാനമാണ്. ഞാൻ അവളുടെ കൂടെ നിൽക്കൂ. പിള്ളേരുറങ്ങോ? ഇപ്പഴാ കിടന്നേ. എന്താ ലേറ്റേ? നേരത്തെ വന്നിട്ടെന്താ കാര്യം? മിണ്ടാനും പറയാൻ സന്തോഷമുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. കഴിക്കാനൊന്നും എടുത്തു വെച്ചില്ലേ? അയ്യോ, ഇത്രയും ലേറ്റ് ആയിട്ട് വന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു കഴിച്ചിട്ടുണ്ടാവുന്നു. നിന്റെ ഒരു ചോറ് കഴിക്കാതെ ഞാൻ ഉറങ്ങാറുണ്ടോ? നാളത്തേക്ക് വിശക്കാനെങ്കിലും. ഞാനിപ്പോ എടുത്തു വെക്കാം. എന്തായി സുധാകർജിയുടെ അടുത്ത് പോയിട്ട്? എന്തെങ്കിലും പ്രോബ്ലം പറഞ്ഞോ? പ്രോബ്ലം അവർക്കല്ലല്ലോ, നമുക്കല്ലേ. നെക്സ്റ്റ് വീക്ക് പ്രോജക്റ്റ് അനൗൺസ് ചെയ്യാനിരുന്നതാ. ഇപ്പൊ അവർക്കൊരാശങ്ക, ഞാൻ ഫ്രീ ആവുമോ, ഫാമിലി ഇഷ്യൂസുമായിട്ട് പോവുമെന്ന്. അത് ആ ഇഷ്യൂസും ഇതുമായിട്ട് എന്തിനാ കണക്ട് ചെയ്യുന്നത്? അത് നടക്കട്ടെ. അനന്തു, നമുക്കൊരു വീട് കണ്ടുപിടിക്കണമായിരുന്നു. വീടോ? ഇവിടെ വർഗീസ് അച്ചായൻ വന്നിരുന്നു. ഈ വീട് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. അതെന്തിനാ വീട് ഒഴിയുന്നേ? എന്തിനാന്ന് അനന്തുവിന് ഊഹിക്കാലോ. ഞാൻ കാരണം കുഞ്ഞുങ്ങളുടെ കാര്യം കൂടെ. മാത്രമല്ല, നമ്മളെ ഇപ്പൊ ഇവിടുന്ന് ഇറക്കി വിടുന്ന എന്തിനാന്ന് നാട്ടിലെല്ലാവർക്കും അറിയാം.
അപ്പൊ പിന്നെ ഈ ചുറ്റുവട്ടത്ത് നമ്മളെ ആരെ ഹെൽപ്പ് ചെയ്യാൻ ഒരു കിടപ്പാടത്തിന് വേണ്ടി? താൻ വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പൽ മാഡം ഒരു ലെറ്റർ കൊടുത്തു വിട്ടിട്ടുണ്ട്. പേരൻസ് ഒന്ന് ചെല്ലണമെന്ന്. അനന്തൊന്ന് പോവാവോ? നീയല്ലേ സാധാരണ പോവാറ്? ഞാനിപ്പോ അവരുടെ മുമ്പിൽ ഒരു സാധാരണ അമ്മയല്ലല്ലോ. ആ തോമസേ ഓടി വാ. ദാ വന്നു ഒന്ന് മാറിക്കേ. ആ മുഖം കണ്ടോ? സിനിമാ നായിക എത്തിയോ? വലിയ സിനിമാക്കാരിയാകാൻ പോയതാണല്ലോ. വലിയ കോടീശ്വരിയാകുന്ന വിചാരിച്ചേ. ഇപ്പൊ എന്തായി? എന്നെ പറ്റിച്ചിട്ട് നീ കണക്കാന്ന് വിചാരിച്ചല്ലേ? ഞാൻ കാരണം പേരുദോഷം കേട്ട പെണ്ണ ആൻസി. അവൾക്ക് എന്തുവരെ പഠിക്കണോ അതുവരെ ഞാൻ പഠിപ്പിക്കും. അവൾ അനീത്തയും പഠിപ്പിക്കും. അവൾക്ക് ഇവിടെ കഴിയാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ. ഞാനൊരു വീട് വാടകയ്ക്ക് എടുക്കാം.